ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കുറച്ച് ദിവസം മുന്നെയാണ് കിയയുടെ പുതിയ സിറോ CV കണ്ടത്. ജസ്റ്റ് ഒരു അൺവെയിലിംഗ് മാത്രമേ ഇപ്പോൾ നടന്നുള്ളൂ. ബാറ്ററി എന്തൊക്കെയാണ്, സ്പെക്ക് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ്, വേരിയൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലി നമുക്കതിൻ്റെ പ്രൈസും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാവ് CVക്ക് ശേഷം കിയ ഇറക്കുന്ന രണ്ടാമത്തെ കൈൻഡ് ഓഫ് ലോക്കലി അസംബിൾഡ് വണ്ടിയാണ്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ ഒരു EV സെൻട്രിക് ലുക്ക് ഉണ്ട്, പെട്രോൾ ഡീസലൊന്നും ആദ്യം ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ജസ്റ്റ് ഇലക്ട്രിക്കിൽ നിന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ. എന്തായാലും ഇപ്പോഴാണ് EV വന്നിരിക്കുന്നത്. ഫൈനലി ഇപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയും, എന്നിട്ട് നമുക്ക് പ്രൈസിലേക്ക് പോകാം. സോ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. നമുക്ക് എന്താണോ സാധാരണ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടിയിൽ കിട്ടുന്ന സെയിം ഡിസൈനാണ്. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്, ബമ്പർ, DRLs, അതുപോലെ നമ്മുടെ ഗ്രില്ല്, എല്ലാ സാധനങ്ങളും സെയിം ആണ്. സൈഡിൽ ആകപ്പാടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. 100 kW DC ഫാസ്റ്റ് ചാർജിങ് വരെ ഇതിനകത്ത് സപ്പോർട്ട് ഉണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും സെയിം ആണ്, ഡയമെൻഷൻസ് സെയിം ആണ്. ബാക്കിലാണെങ്കിലും ടെയിൽ ലാംപ്സ്, അഗൈൻ ബമ്പർ, ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, എല്ലാ സാധനങ്ങളും ബേസിക്കലി. എക്സ്റ്റീരിയറിൽ നമ്മൾ സിറോസ് EV നോർമൽ സിറോസ് കണ്ടാൽ അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ മാത്രം ഒരു സാധനവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് സിറോസ് EVയുടെ ബാഡ്ജിങ്ങും പിന്നെ നേരത്തെ പറഞ്ഞാൽ ചാർജിങ് വേണ്ട, അത് നോക്കി മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും ഇതിനകത്ത് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കൊരു ഡാഷ് ക്യാം, പിന്നെ EV സെൻട്രിക് ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ, അതുപോലെ ഇൻഫോർടൈം സിസ്റ്റത്തിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ, നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളും ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ ഫീച്ചേഴ്സ് ഒന്നും വരെ അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മുടെ കണക്റ്റഡ് കാർട്ടൊക്കെ അതിൻ്റെ അകത്തൊക്കെ പിന്നെ കുറച്ചും കൂടി EV സെൻട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കയറി വരും, അതാണ് വ്യത്യാസം. പിന്നെ ഒരു ചേഞ്ച് പറയാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീല് നമുക്ക് 3 സ്പോക്ക് ആയിട്ടുണ്ട്. നോർമൽ സിറോസിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു, ലോഞ്ചിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു തന്നെ. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കിപ്പോൾ പുതിയ സെൽറ്റോസിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീല് വന്നു എന്ന് മാത്രം. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻ ആയിക്കോട്ടെ, നടുവിൽ 5 ഇഞ്ചസിൻ്റെ AC സ്ക്രീൻ ആയിക്കോട്ടെ, ഡ്യുവൽ സോൺ ഓട്ടോ AC, ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, പാനോറാമിക് സൺറൂഫ്, നമ്മുടെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ ബാക്കിൽ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ രീതിയിലും സ്പേസ് കൂട്ടാൻ പറ്റും. സോ ബാക്കിലത്തെ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിയർ സീറ്റ് സ്പേസും അതുപോലെ ബൂട്ട് സ്പേസ് എന്താണ് വേണ്ടതെന്നുള്ളതനുസരിച്ച് നോക്കി വയ്ക്കാം. അതായത് ഏകദേശം ഒരു 4.2 4.3 മീറ്റേഴ്സ് ലെങ്ത്തുള്ള വണ്ടിയുടെ സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്നും കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പേസ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇനി ബാറ്ററി കപ്പാസിറ്റി സാധനങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 42 kWh ബാറ്ററി പാക്കാണ് ഈ വണ്ടിയുടെ എൻട്രി ലെവൽ മോഡൽസിൽ കിട്ടുന്നത്. പിന്നെ വരുന്നൊരു 51.4 kWh എക്സ്റ്റൻഡ് റേഞ്ച് ആണ് കിയനെ വിശേഷിപ്പിക്കുന്നത്. 43 kWh ബാറ്ററി പാക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 135 ഹോഴ്സ് പവറും അതുപോലെ 255 Nm ടോർക്കാണ് കിട്ടുന്നത്. എക്സ്റ്റൻഡ് റേഞ്ച് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 171 ഹോഴ്സ് പവറും അതുപോലെ 255 Nm ടോർക്കാണ് കിട്ടുന്നത്. ടോർക്ക് രണ്ടിലും സെയിം ആണ്, പവറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എക്സ്റ്റൻഡ് റേഞ്ച്, അതായത് 51 kWh മോഡൽ എടുക്കുകയാണെങ്കിൽ 0 to 100 ജസ്റ്റ് 8.1 സെക്കൻഡ്സ് ആണ് കിയ ക്ലെയിം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്, ആക്സലറേഷനൊക്കെ നല്ല ക്വിക്ക് ആയിരിക്കും ഇതിൻ്റെ അകത്ത്. ഇനി റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 42 kWh മോഡലാണെങ്കിൽ 443 കിലോമീറ്റേഴ്സ് ആണ് ഒരു ക്ലെയിം ചെയ്യുന്നത്. അത് 300 മുകളിൽ കിട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ 51.4 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലെയിംഡ് റേഞ്ച് വരുന്നത് 526 കിലോമീറ്റേഴ്സ് ആണ്. ഇതെല്ലാം MIDC റേഞ്ചാണ്, അതുകൊണ്ട് റിയൽ ലൈഫ് അത്രയും എക്സ്പെക്ട് ചെയ്യരുത്. ഈ എക്സ്റ്റൻഡ് മോഡലിന് നമുക്ക് ഏകദേശം ഒരു 350 to 400 കിട്ടിയാൽ തന്നെ വളരെ നല്ലതാണ്. ഇത് NMC ബാറ്ററി പാക്ക് ആയതുകൊണ്ട് ഇവരുടെ എഫിഷ്യൻസിയും അത്യാവശ്യം നല്ലതായതുകൊണ്ടും നമുക്ക് ബാക്കി വണ്ടികളുടെ ഇപ്പോൾ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ബാറ്ററി ആണെങ്കിലും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഞ്ച് ആക്ച്വലി ഒരു ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നോർമൽ കേസിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ക്ലാവ് CVയിലും ക്രെറ്റ EVയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റേഞ്ച് ബെറ്റർ ആവുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് 100 kW DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 to 80% തന്നെ അവർ ക്ലെയിം ചെയ്യുന്നത് 39 മിനിറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഓവർവ്യൂ എന്ന് പറഞ്ഞ കുറച്ച് വലിപ്പം കൂടി പോയില്ലേ, അതുകൊണ്ട് നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം അതാണല്ലോ ഒരു ഡിസൈഡിങ് ഫാക്ടർ. ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് HTK ആണ്. അതിന് മുകളിൽ HTK പ്ലസ് ഉണ്ട്, HTX ഉണ്ട്, പിന്നെ നമുക്ക് HTX പ്ലസ് വരുന്നുണ്ട്, X ലൈനും വരുന്നുണ്ട്. ഇത് 42ഉം 51.4ഉം തമ്മിൽ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാത്രം. 42ൽ 3 വേരിയൻസ് ആണ് വരുന്നത്. 13.5 lakhs സ്റ്റാർട്ട് ചെയ്ത് 16 lakhs വരെയാണ് അതിൻ്റെ പ്രൈസ് പോകുന്നത്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ HTK മോഡൽ എടുത്താലും അതിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഈ 3 സ്ക്രീൻ, 16 ഇഞ്ച് വീൽസ്, അലോയ് വീൽസ് അതിൻ്റെ അകത്തില്ല. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, LED ലൈറ്റ്സ് സാധനങ്ങളെല്ലാം നമുക്ക് ബേസ് മോഡൽ പോലെ കിട്ടുന്നുണ്ട്. അതായത് ഡിസൈൻ വൈസ്, ലുക്ക് വൈസും നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നം തോന്നുന്നില്ല. എനിക്കിതിൻ്റെ ബേസ് മോഡൽ 13.5 lakhs കിട്ടുന്ന അത്യാവശ്യം നല്ല വാല്യൂ ഫോൺ ആയിട്ട് തോന്നി. അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സും ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അകത്തേക്ക് കയറുമ്പം അവിടെ ബേസ് മോഡലാണ് എന്നുള്ളൊരു ഫീലൊന്നും വരില്ല, അങ്ങനത്തെ ഒരു മോഡലാണ്. അതാണ് 42ൻ്റെ കാര്യം. ഇനി മുകളിലേക്ക് വരികയാണെങ്കിൽ എക്സ്റ്റൻഡ് റേഞ്ച് ആക്ച്വലി കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് 17 lakhs ആണ്, 2 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. പിന്നെ മുകളിലേക്ക് വരും തോറും HTX പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് 19.5 lakhs ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ലൈൻ വേണമെങ്കിൽ പിന്നെ 50,000 രൂപയും കൂടെ ഇടണം. 20 ലക്ഷം രൂപയാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയി പോയി. കാരണം നമുക്ക് നെക്സോൺ EVയുടെയൊക്കെ ടോപ്പിൻ്റെ 17.5 lakhs ആണ് എക്സ്ഷോറൂം വരുന്നത്. ഇതിൻ്റെ എക്സ്ലൈൻ കൂട്ടിയില്ലെങ്കിൽ തന്നെ 2 ലക്ഷം രൂപ വണ്ടി കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അത് പിന്നെ റോഡ് ടാക്സ് ഒക്കെ വരുമ്പോഴേക്കും 2.30 ആയിട്ട് ഡിഫറൻസ് കയറി പോകും. അതിൻ്റെ അകത്ത് സംഭവം ശരിയാണ്, ബാറ്ററി പാക്ക് ഒരു 6 kWh സൈസ് കൂടുതലാണ്, കുറച്ച് പവർ കൂടുതലാണ്, ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ആ 2 ലക്ഷം രൂപ എക്സ്ട്രാ ഇടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഡിസൈൻ ആണെങ്കിലും കൈൻഡ് ഓഫ് ഒരു ബോക്സ്
പോലെ ഇരിക്കുന്ന കുറച്ച് വിയേഡായിട്ടുള്ളൊരു ഡിസൈൻ ആണല്ലോ. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ നെക്സോൺ അതേസമയം കുറച്ചും കൂടെ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ കുറേ കാലമായിട്ട് ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. ഇതും റിലയബിലിറ്റി അങ്ങനത്തെ കേസൊന്നും വേറെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ആ ഡിസൈനും പിന്നെ ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റും ആണ് പ്രശ്നം വരുന്നത്. ഏതായാലും കിയ ആദ്യമായിട്ട് അൺലിമിറ്റഡ് ബാറ്ററി വാറൻറ്റി കൊടുത്തു തുടങ്ങുന്ന വണ്ടി ഇതാണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ് 15 വർഷത്തേക്ക് ബാറ്ററിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ നോക്കണ്ട, എല്ലാവരും നോക്കിക്കോളും. പിന്നെ ബാറ്ററി ആസ് എ സർവീസ് അവർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 7.99 lakhs ആണ് ബാറ്ററി ആസ് എ സർവീസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ HTK എന്ന് പറഞ്ഞ ബേസ് മോഡലിന് പ്രൈസ് വരുന്നത്. പക്ഷേ അത് പിന്നെ നിങ്ങൾ അറിയാലോ, MGയും ടാറ്റ അല്ല MGയും പിന്നെ വേറെ കുറേ കമ്പനികൾ കൊടുക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ബേസിക്കലി സബ്സ്ക്രിപ്ഷൻ ബേസിസ് ആണ്. അത് ഒരു സെപ്പറേറ്റ് ലോൺ പോലെ എന്ന് പറയും. സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് കാണിക്കാൻ കമ്പനികൾ ചെയ്യുന്നൊരു പരിപാടി, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യണേ ചെയ്യാം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ സിറോ CV. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെപ്പറ്റി തോന്നുന്നത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.